ബ്ലൂ ലോക്ക് ദ മൂവി എപ്പിസോഡ് നാഗി. ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന ആനിമേ സീരീസിലെ വൺ ഓഫ് ദ മേജർ ക്യാരക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള നാഗി സെയ്ഷിറോ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ POVയിലൂടെ പോകുന്ന ഒരു ബ്ലൂ ലോക്ക് സ്റ്റോറിയാണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന ആനിമേ സീരീസ് കണ്ടു തീർത്തവർക്ക് മാത്രമേ ഈ ഒരു സിനിമ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 100% എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു സിനിമയെ പറ്റി നോക്കാം. അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന ആനിമേ സീരീസിലൂടെ ഇസാഗി യോയിച്ചിയുടെയും അതുപോലെ തന്നെ പുള്ളിയുടെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് സ്റ്റോറി കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിക്കൊണ്ട് നമ്മുടെ റിയോയുടെയും അതുപോലെ തന്നെ നാഗിയുടെയൊക്കെ പെർസ്പെക്റ്റീവിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവരെങ്ങനെയാണ് കണ്ടുമുട്ടിയത്, അതുപോലെ തന്നെ ഒട്ടും ഫുട്ബോളിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരുന്ന നമ്മുടെ നാഗിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് റിയോയുടെ കൂടെ ചേർന്നുകൊണ്ട് ഫുട്ബോളിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ ഫുട്ബോളിനെ പറ്റി ABCD അറിയാത്ത ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അത്രയും വലിയൊരു ജീനിയസ് ആയിട്ട് മാറിയത്, പിന്നീട് ഇവർ എങ്ങനെയാണ് ബ്ലൂ ലോക്ക് പ്രോജക്റ്റിലേക്ക് എത്തുന്നത്, അവരവിടെ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അതായത് നമ്മൾ ബ്ലൂ ലോക്ക് പ്രോജക്റ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ഇസാഗി യോയിച്ച് ഫേസ് ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ പുള്ളി അവിടെ എത്തിക്കഴിഞ്ഞ് പുള്ളിയുടെ ടീമും ഫേസ് ചെയ്ത കാര്യങ്ങൾ കണ്ടല്ലോ. സെയിം സംഭവം തന്നെ അതിനെ നാഗിയുടെ പെർസ്പെക്റ്റീവിലൂടെ കാണിച്ചിരിക്കുന്നു. നാഗി എങ്ങനെ വന്നു, അതുപോലെ തന്നെ ബ്ലൂ ലോക്ക് പ്രോജക്റ്റിൽ അവർ ഫേസ് ചെയ്ത കുറേ ടീംസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇസാഗിയുടെ ടീം തന്നെ ഫേസ് ചെയ്ത ഒരുപാട് ടീംസ് നാഗിയുടെ ടീമും ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആനിമേ സീരീസിനകത്തൂടെ ആ മാച്ചസോ എങ്ങനെയാണ് ആ കളികളൊക്കെ പോയെന്ന് കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു സിനിമയ്ക്കകത്തൂടെ അവർ ആ ഒരു മാച്ചും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഗംഭീരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആനിമേ സീരീസിലൂടെ കണ്ടിട്ടുള്ള ഇസാഗിയുടെ ടീമും അതുപോലെ തന്നെ നമ്മുടെ നാഗിയുടെ ടീമും കൂടെ പ്ലേ ചെയ്യുന്ന മാച്ചും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നാഗിയുടെ പെർസ്പെക്റ്റീവിലൂടെ കാണുന്നത് കൊണ്ട് തന്നെ ആ ഒരു മാച്ചിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം തോന്നും. അതായത് നമ്മൾ ആനിമേ സീരീസിൽ കണ്ട ഒരു മാച്ചേ അല്ല ആ ഒരു നാഗിയുടെ പെർസ്പെക്റ്റീവിലൂടെ കാണുമ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ആ ക്യാരക്ടറിൻ്റെ ഉള്ളിലൂടെ എന്തൊക്കെ പോകുന്നു, ഇസാഗി യോയിച്ചി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണുമ്പോൾ ആ ക്യാരക്ടറിനെ എന്തൊക്കെ മനസ്സിലാക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ആനിമേ സീരീസിനകത്ത് നടന്ന വൺ ഓഫ് ദ മേജർ ഇവൻറ്റ്സ് ആയിരുന്നു നമ്മുടെ ഇസാഗി യോയിച്ചിലൂടെ നാഗി പോകുന്നത്. അപ്പം റിയോയെ മാറ്റി നിർത്തി തൻ്റെ കൂട്ടുകാരനെ ചതിച്ചിട്ട് പോകുന്നൊരു ഫീലാണ് പല ആൾക്കാർക്ക് നാഗി അങ്ങനെ പോയപ്പോൾ തോന്നിയത്. പക്ഷേ അതിനെയൊക്കെ ക്ലിയർലി ഈ ഒരു മൂവി ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് നാഗി പോയത്, അതുപോലെ തന്നെ റിയോ എന്ന് പറയുന്ന ക്യാരക്ടർ അതിനുശേഷം എന്തായി മാറി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമ നല്ലപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസിലേക്കൊക്കെ എത്തുമ്പോഴത്തേനും അതിലെ മിക്ക കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ആനിമേ സീരീസിനകത്തൂടെ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ആക്റ്റും സെക്കൻഡ് ആക്റ്റും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുവരെ കാണാത്ത രീതിക്ക്, അതുപോലെ തന്നെ ലാസ്റ്റ് ആക്ട് ഒരു റീക്യാപ്പ് എന്ന രീതിക്ക് വേണമെങ്കിലും കാണുവാൻ സാധിക്കും. ആ ഒരു രീതിക്കാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വേണം പറയാൻ. എനിക്ക് ഈ ഒരു നാഗിയുടെ ക്യാരക്ടറിനെ കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഹൈക്യൂനകത്തെ കെൻമ എന്ന് പറയുന്ന ക്യാരക്ടറിനാണ്. പുള്ളിക്കാരനും ഏകദേശം നമ്മുടെ നാഗിയായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നാഗിയുടെയൊക്കെ ക്യാരക്ടർ മേ ബി ഒരു കെൻമയിൽ നിന്ന് ഇൻസ്പയർ ആയതായിരിക്കും, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ഒരുപാട് സിമിലാരിറ്റീസ് ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നി. ബട്ട് എന്തൊക്കെയാണെങ്കിലും നല്ല വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആനിമേഷനൊക്കെ ആബ്സല്യൂട്ട് പീക്ക്. അതായത് നമ്മൾ ആ ഒരു സീരീസിനകത്ത് കണ്ട പോലത്തെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവർ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. നല്ല രസത്തിന് കണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് വരാൻ പോകുന്ന നെക്സ്റ്റ് ബിഗ് ഇവൻറ്റിൻ്റെ ഒരു ഗ്ലിംസും കൂടെ, അതായത് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി ഇട്ടിട്ടാണ് ഇവർ ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പം സിനിമ കാണുന്ന ആൾക്കാർ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് നിർത്തരുത്. ഈ ഒരു സിനിമയുടെ കുറച്ച് ക്രെഡിറ്റ്സ് കാണിച്ചതിന് ശേഷം 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു വമ്പൻ സാധനം കൂടെ ആയിരിക്കും എന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഗംഭീര സിനിമ, അതാണ് ബ്ലൂ ലോക്ക് എപ്പിസോഡ് നാഗി എന്ന് പറയുന്നത്.